ഗണേഷ് കുമാർ ബാബുചേട്ടന് കുറ്റം പറഞ്ഞു. 25 വർഷമായിട്ട് ഇത്രയും പണിയെടുത്ത ഒരാളാ നമ്മൾ കുറ്റം പറയുക, വേറെ മാറി കുറ്റം പറയുക എന്ന് പറഞ്ഞാൽ ഇടവേള ബാബുവിനെ പറ്റി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. സുരേഷ് ഗോപിനെ പറ്റി പറയാൻ പാടില്ല. സുരേഷ് ഗോപിയുടെ വിജയം ആ മണ്ഡലത്തിലെ ആൾക്കാരുടെ വിജയമാണ്. ആ മണ്ഡലത്തിലുള്ള എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയിട്ടുള്ള വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. എല്ലായിടത്തും സ്ഥാനാർത്ഥി മോഹികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ആരും അങ്ങനെ ചതിച്ചു എന്നുള്ള രീതിയിലല്ല പറയണത്. അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് തന്നെ ഒന്നും ആക്രമിക്കാൻ ഒരാളും വരണ്ട. ഒരേ കൂടി തന്നു, നിന്നു, തോറ്റു. മാന്യമായിട്ട് തോറ്റിട്ടിങ്ങോട്ട് പോന്നു. അല്ലാണ്ട് എല്ലാവരും രാഷ്ട്രീയക്കാരുണ്ട്. പക്ഷെ രാഷ്ട്രീയം അമ്മയിലങ്ങനെ പിടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്ക് രാഷ്ട്രീയമുണ്ട്. എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ഞാൻ ചെറുപ്പം തുടങ്ങിയ രാഷ്ട്രീയമുള്ള ഒരാളാണ്. ആ രാഷ്ട്രീയം എനിക്കിപ്പോഴും ഉണ്ട്. അത് ഞാൻ വിടുകയില്ല. അതൊക്കെ എനിക്ക് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് ഞാൻ ആ രാഷ്ട്രീയം തന്നെ പിടിക്കുള്ളൂ. ആ രാഷ്ട്രീയത്തിൽ ഞാനുണ്ട്. അത് അടിയുറച്ച് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് തന്നെ ഒന്നും ആക്രമിക്കാൻ ഒരാളും വരണ്ട. അതൊക്കെ കയ്യിൽ മടക്കി വെച്ചാൽ മതി. നമ്മൾ ഇങ്ങനെ വെച്ച് നമ്മുടെ രാഷ്ട്രീയമാണ്. അത് ഇടിയും കുത്തും ബോംബൊന്നുമല്ല. എൻ്റെ ഒരു രാഷ്ട്രീയമാണ് എൻ്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത്. ഇപ്പോൾ ചേട്ടൻ ഇലക്ഷനിൽ നിന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ പിഷാരടി കംപ്ലീറ്റ് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രചരണങ്ങളും കാര്യമൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ചേട്ടൻ ഇപ്പം അങ്ങനെ കാര്യമായിട്ട് പ്രചരണങ്ങളിലേക്ക് ഇറങ്ങി കാണാറുണ്ടായിരുന്നു? ഇല്ല, ഞാൻ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലായതുകൊണ്ടാണ്. ഞാൻ കെ മുരളീധരൻ്റെ തെരഞ്ഞെടുപ്പ് പരിപാടികളായിട്ട് ഉണ്ടായിരുന്നു. ഹൈബിയുടെ പരിപാടിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ ഒരു മാസം 10 ദിവസം വളരെയധികം തിരക്ക്. ഞാൻ ഒരു ദിവസം അറിയുന്നില്ല, ഷൂട്ടിങ് മുടങ്ങിപ്പോവും. അങ്ങനെ ധ്യാൻ ശ്രീനിവാസനും ഞാനും കൂടെയുള്ള സിനിമയായിരുന്നു. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ കേരളം മുഴുവനുണ്ടായേനെ. ഇപ്പോൾ ഷാഫിയുടെ കൂടെ ആണെങ്കിലും എല്ലാവരും കൂടെ, ഷാഫിയൊക്കെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ അവിടെയൊക്കെ ഉണ്ടാകേണ്ട ഒരാളായിരുന്നു ഞാൻ. ഇപ്പോൾ ഡീൻ്റെ കൂടെ ആണെങ്കിലും അവരുടെ കൂടെ ആണെങ്കിലും എല്ലായിടത്തും ഉണ്ടാകേണ്ട ഒരാളായിരുന്നു. അത് പങ്കെടുക്കാൻ പറ്റിയില്ല എന്നുള്ള ശരി. അവർക്കൊക്കെ അവർക്കറിയാം. ഇവരൊക്കെ തന്നെ പറഞ്ഞിട്ട് പല സ്ഥലത്തും ഞാൻ പോകാറൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കറിയാം, നമ്മുടെ തിരക്കും കാര്യങ്ങളൊക്കെ അറിയാം. പിഷാരടി ആ ടൈമിന് കുറച്ച് ഇതായിരുന്നു, ലൂസായിരുന്നു. അപ്പോൾ അവന് പോകാൻ പറ്റി. അപ്പോൾ അവന് എല്ലായിടത്തും പോകാൻ പറ്റി. എനിക്ക് അങ്ങനെ ഷൂട്ടിങ്ങുള്ളതുകൊണ്ട് പോകാൻ പറ്റിയില്ല എന്നേ ഉള്ളൂ. ഞാൻ ഈ സംഘടനാ പ്രവർത്തനം തുടങ്ങുന്നത് സ്കൂളിൽ നിന്ന് തുടങ്ങിയിട്ടാണ്. സ്കൂള്, കോളേജും ഇതൊക്കെ ഇങ്ങനെ അവൻ കഴിഞ്ഞ ഞാൻ നിൽക്കുന്ന ഇലക്ഷന് തൊട്ട് മുമ്പ് പോകുന്ന ഒരാളാണ്. ഞാൻ സംഘടനാ പ്രവർത്തനം, ഞാൻ സ്കൂളിൽ ലീഡറായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ KSUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അതിന് കോൺഗ്രസിൻ്റെ സംഘടനയുണ്ട്, സേവാദൾ എന്നുണ്ട്. അതിൻ്റെ സ്റ്റേറ്റ് വെസ്റ്റ് കേഡറ്റായിരുന്നു. അതിൻ്റെ എല്ലാ ക്യാമ്പിലും പങ്കെടുത്ത ആളാണ്. നാഷണൽ ലെവലിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. അങ്ങനെ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡല സെക്രട്ടറി ആയിരുന്നു നാട്ടിൽ. അപ്പം അങ്ങനെ സംഘടനാ പ്രവർത്തനത്തിലൂടെ വന്ന ഒരാളാണ് ഞാൻ. പിഷാരടി വന്നതാണ്. പിഷാരടിയുടെ വരവ് നല്ല വരവായിരുന്നു. അതൊരു വരവ് കുറേ പേരും കൂടി വരാൻ പ്രചോദനം നൽകുന്നൊരു വരവാണ് അവൻ്റെ ഒരു വരവ്. ഇനിയും ഒരു മത്സര രാഷ്ട്രീയത്തിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ നോക്കണ്ട. ഞാനങ്ങനെ മത്സരിക്കാനായിട്ട് എനിക്ക് സീറ്റ് തന്നത് എങ്ങനെയാണെന്നോ കിട്ടിയത് എങ്ങനെയാണെന്നോ പോലും എനിക്കറിയാൻ പറ്റില്ല. ഒരേ കൂടി തന്നു, നിന്നു, തോറ്റു. മാന്യമായിട്ട് തോറ്റിട്ട് ഇങ്ങോട്ട് പോന്നു. അല്ലാണ്ട് വേറെ കഥയൊന്നുമില്ല. എനിക്ക് വേണമെങ്കിൽ രണ്ട് മൂന്ന് സ്ഥലങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനെന്തോ അവിടെ പോയി. ഞാൻ ഒരിക്കലും എറണാകുളത്ത് നിന്ന് കോഴിക്കോട് ബാലുശ്ശേരി പോയിട്ടുള്ളൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ എല്ലായിടത്തും സ്ഥാനാർത്ഥി മോഹികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ആരും അങ്ങനെ ചതിച്ചു എന്നുള്ള രീതിയിലല്ല പറയണത്. എല്ലാവർക്കും അവിടെ ഒരു 45 വർഷമായിട്ട് CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടെ പോയിട്ട് എറണാകുളത്തുനിന്ന് അത് എന്നെപ്പോലത്തെ ഒരു മിമിക്രിക്കാരൻ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ പറ്റിപ്പോയത്തുള്ളൂ. ഈ അമ്മയുടെ ഇലക്ഷൻ വരുവാണ്. ഇടവേള ബാബുചേട്ടൻ ഇറങ്ങുന്നു. ഇടവേള ബാബുചേട്ടൻ പറഞ്ഞൊരു വളരെ ഇടവേള ബാബുചേട്ടൻ പോകുന്നു എന്ന് പറയുമ്പോൾ അമ്മയുടെ ഒരു ചെറിയൊരു ഭാഗം അങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞ പോലെയാണ്. നമുക്ക് ഇത്ര വർഷമായിട്ടിരുന്ന ഒരു വ്യക്തിയാണ്. അല്ല, നമുക്ക് ഫോണിന് മുമ്പത്ത് രണ്ട് റിങ് അടിച്ചാൽ കിട്ടുന്ന ഒരാളാണ് ഇടവേള ബാബുചേട്ടൻ. പകരം വരുന്ന
കുറച്ച് സ്ഥാനാർത്ഥികളുണ്ട്. സിദ്ദിഖ, കുക്കു പരമേശ്വരൻ എന്ന് പറയുന്ന 2 പേരുണ്ട്. ആരാണ്, അങ്ങനെ 2 പേര് അതിലൊക്കെ ഉണ്ട്. അപ്പം അത് നല്ലതാണ്, മാറ്റം നല്ലതാണ്. മാറ്റം മാറി നോക്കിയാൽ ഇപ്പം ലാലേട്ടൻ തന്നെ പറഞ്ഞു ബാബുവിൻ്റെ ഒരു ഇത് അനുസരിച്ചിട്ട് ബാബു ഒന്ന് മാറിക്കോന്നൊക്കെ പറഞ്ഞു. അപ്പം ലാലേട്ടൻ അതെ ഈ 10-25 വർഷമായിട്ട്, പിന്നെ ഈ 25 വർഷമായിട്ട് ഇത്രയും പണിയെടുത്ത ഒരാളാ നമ്മൾ കുറ്റം പറയുക, വേറെ മാറി കുറ്റം പറയുക എന്ന് പറഞ്ഞാൽ ഗണേഷ് കുമാർ. ഞാൻ വളരെ അടുത്ത ബന്ധമുള്ള ആളൊക്കെയാണ്, പക്ഷേ അങ്ങനെയൊക്കെ കുറ്റം പറഞ്ഞത് എനിക്ക് ഇഷ്ടമില്ല. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഗണേഷ് കുമാർ ബാബുച്ചേട്ടന് കുറ്റം പറഞ്ഞു. അത് ഞാനിപ്പോൾ നിങ്ങളുടെ ഇതിലേറ്റവും കൂടുതൽ വരുന്നത് ചിലപ്പോൾ അതായിരിക്കും, ഞാനീ പറഞ്ഞിടല്ലോ ആയിരിക്കും. ഗണേഷ് കുമാർ എന്ന് പറയുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പോഴത്തെ മന്ത്രിയാണെങ്കിലും എൻ്റെ ജ്യേഷ്ഠ സഹോദരനായിട്ട് കരുതിയാലും ഇടവേള ബാബുവിനെ പറ്റി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. സുരേഷ് ഗോപിനെ പറ്റി പറയാൻ പാടില്ലായിരുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഗണേഷ് ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, പക്ഷേ ഗണേഷ് കുമാർ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഈ രാഷ്ട്രീയം മറന്ന് സുരേഷ് ഗോപിയുടെ ഒരു വിജയം ശരിക്കും ആഗ്രഹിച്ചിരുന്നു. എനിക്കവിടെ നിന്ന 3 പേരും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അടുത്ത സുഹൃത്തുക്കളെന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര ജ്യേഷ്ഠന്മാരാണ്. സുരേഷ് ചേട്ടനാണെങ്കിലും സുനിൽ മുൻ മന്ത്രി സുനിൽകുമാറാണെങ്കിലും മുരളീധരന് വേണ്ടി പ്രവർത്തിക്കാൻ പോയി. എനിക്ക് വ്യക്തമായൊരു രാഷ്ട്രീയമുള്ളതുകൊണ്ട് എനിക്ക് സുരേഷ് ഗോപിക്ക് വേണ്ടി പറയാമോ പറ്റില്ല, സുനിൽകുമാറിന് വേണ്ടി പറയാൻ പറ്റില്ല. എനിക്ക് പറയാൻ പറ്റുന്നത് മുരളീധരന് വേണ്ടിയിട്ടാണ്. അത് ഞാൻ പറഞ്ഞു. അദ്ദേഹം ഒരു മണ്ഡലത്തിലെ ഒരാൾ തോക്കും എന്ന് പറഞ്ഞ പോലെയാണ്. ഞാനും തോറ്റ ആളാണല്ലോ. പക്ഷേ സുരേഷ് ഗോപിയുടെ വിജയം സിനിമാക്കാരുടെ വിജയമാണ്, ആ മണ്ഡലത്തിലെ ആൾക്കാരുടെ വിജയമാണ്, ആ മണ്ഡലത്തിലുള്ള എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയിട്ടുള്ള വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ മുരളിച്ചേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ എവിടെ നിർത്തിയാലും മുളക്കുന്ന വിത്താണ്. നാളെ എവിടെ നട്ടാലും മുളക്കുന്ന വിത്താണ്. സുനിൽകുമാറും എവിടെ നട്ടാലും മുളക്കുന്ന വിത്താണ്. നല്ല വ്യക്തിത്വങ്ങളാണ് 2 പേരും. അപ്പോൾ 3 പേരെ കൂടെ ഒരുമിച്ചിടുക എന്ന് പറയില്ലേ, അതാണ് പ്രശ്നമായി പോയത്. 3 പേരെ കൂടെ ഒരേ മണ്ഡലത്തിൽ കൊണ്ടിട്ടില്ല. ഈ 3 പേരെയും വേറെ സ്ഥലത്ത് നടുക. 3 പേരും ജയിച്ചാനെ. അതാണ് ഞാൻ പറഞ്ഞത്. 3 പേരെ 3 സ്ഥലത്തായിട്ട് നടുക, അതിന് പകരം 3 പേരും കൂടെ ഒരുമിച്ചിടുക, എന്നിട്ട് 3 പേരും കൂടെ ഒരുമിച്ച് തോപ്പിക്കുക എന്ന് പറഞ്ഞ സംഭവം. ഇപ്പോൾ അതിൽ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ സുരേഷ് ഏട്ടൻ ജയിച്ചു. അത് നല്ല ഇതായിരുന്നു. അവിടുത്തെ ആൾക്കാരുടെ അദ്ദേഹത്തിൻ്റെ ഒരു 2 പ്രാവശ്യം നിന്ന് തോറ്റ സ്ഥലത്ത് നിന്ന് തന്നെ അദ്ദേഹം പോരാടി ജയിച്ചൊരു വിജയമാണ്. അത് രാഷ്ട്രീയപരമായിട്ട് പറഞ്ഞാൽ മാത്രമല്ല, രാഷ്ട്രീയപരമല്ല സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ജനപിന്തുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ പിന്തുണയും സമുദായത്തിൻ്റെ ആണെങ്കിലും എന്താണെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും ഇനി ആരെന്ത് കുറ്റം പറഞ്ഞാലും അദ്ദേഹം ജയിച്ചത് അവിടുത്തെ അങ്ങേരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത പ്രവൃത്തിയുടെ പ്രഭാവം ഭയങ്കരമാണ്. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അറിയാം, ആൾക്കാർക്ക് അറിയാം, ഇത് ഇന്ന ചെയ്തതാണെന്നൊക്കെ അറിയാം. ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരല്ല മറ്റ് 2 പേരും. അവർ അവരുടെ വേറെ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇതല്ല, ഇവരെ 3 പേരെ കൊണ്ട് ഒരേ സ്ഥലത്ത് നടരുതായിരുന്നു. ഞാൻ പറയണത് മുരളീധരൻ ഒരു സ്ഥലത്ത് നിന്ന് ജയിക്കണമായിരുന്നു, സുനിൽകുമാർ ഒരു സ്ഥലത്ത് നിന്ന് ജയിക്കണമായിരുന്നു, സുരേഷ് ഏട്ടൻ ഒരു സ്ഥലത്ത് നിന്ന് ജയിക്കണമായിരുന്നു. ഇവരെ 3 പേരെ കൊണ്ട് ഒരുമിച്ച് കൊണ്ട് നടരുതായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരെ 3 പേരും. അതാണ് എൻ്റെ സംഭവം. ഇപ്പൊ ഇടവേള പറഞ്ഞ മറ്റൊരു സ്റ്റേറ്റ്മെന്റ്, രാഷ്ട്രീയമില്ലാത്ത ഒരാൾ വരണം ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എന്ന് പറഞ്ഞു. അത് കൂടുതൽ അതിനെപ്പറ്റി അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യും. എല്ലാവർക്കും അത് വെറുതെ പറയുക. കാരണം എല്ലാവരുടെയും രാഷ്ട്രീയമുണ്ട്. എല്ലാവരുടെയും രാഷ്ട്രീയമുണ്ട്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രാഷ്ട്രീയമില്ലാത്ത ഒരാൾ വരണമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ മത്സരിക്കാൻ പോകുന്നത് 2-3 പേരാണ്. അവർക്കൊക്കെ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. അപ്പം അതുകൊണ്ട് രാഷ്ട്രീയം ഇല്ലാത്തൊരാൾ വരണം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായിട്ടുള്ള രാഷ്ട്രീയമില്ലാത്ത ആൾക്കാരാണ് ഇവരൊക്കെ. എന്നാൽ ഇവർക്ക് രാഷ്ട്രീയം ഉണ്ടെന്നാലും അപ്പം അതിലൊന്നും കാര്യമില്ല. അമ്മ രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. അമ്മ എന്ന് പറയുന്നത്
അമ്മ സംഘടനയിൽ 500 ചില്ലാൻ പേരടങ്ങുന്ന ഒരു നല്ലൊരു സംഘടനയാണ് ഇതുവരെ. അത് വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ട് അതിലൊരു രാഷ്ട്രീയം കലർന്നിട്ടില്ല. രാഷ്ട്രീയക്കാരുണ്ട്, മുകേഷ് ചേട്ടനുണ്ട്, ഗണേഷ് ചേട്ടനുണ്ട്, ഇന്നസെൻ്റ് മരിച്ച്, മമ്മൂക്കുണ്ട്, എല്ലാം ഉണ്ട്, ഞാനുണ്ട്, അതൊക്കെ പറഞ്ഞ പോലെ എല്ലാവരും രാഷ്ട്രീയക്കാരുണ്ട്. പക്ഷെ രാഷ്ട്രീയം അമ്മയിലെങ്ങനെ പിടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഉണ്ടാന്ന് വെച്ചാൽ ഇല്ല, ഇല്ലയെന്ന് വെച്ചാലും ഇല്ല എന്നാണ് എനിക്ക് അഭിപ്രായം. ഇല്ലയെന്ന് വെച്ചാലും ഇല്ല എന്നാണ്. കാരണം അമ്മയിലങ്ങനെ രാഷ്ട്രീയത്തിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഈ ഭരണം മാറുമ്പോൾ ഇപ്പൊ ലാലേട്ടനും ഉണ്ണിമൂന്നിനും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു, ബാക്കിയുള്ളവരുടെ ഒരു ഭരണം മാറുമ്പോൾ എന്ത് മാറ്റമായിരിക്കും ഒരു പക്ഷെ അമ്മയിൽ പ്രകടമായി കാണുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷകൾ എന്താണ് ചേട്ടൻ്റെ മുന്നോട്ടുള്ള? എനിക്ക് ഈ ഒരൊറ്റ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള സങ്കടം ഇടവേള ബാബുചേട്ടൻ മാറിയത് മാത്രം. ബാക്കി ആര് വന്നാലും ഈ സംഘടനാ പാഠമുള്ള ആൾക്കാർ വരുന്ന ആണ് ഇഷ്ടം. അത് ലാലേട്ടൻ പ്രശ്നമുണ്ട്, ഓക്കെ. ബാക്കി സംഘടനാ പാഠമുള്ള ഒരുപാട് പേര് തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നുണ്ട്. അത് നമ്മൾ നോക്കിയിട്ടല്ലേ വോട്ട് ചെയ്യുള്ളൂ. അത് ആരൊക്കെ ഉണ്ട് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് വോട്ട് ചെയ്യുള്ളൂ. എനിക്ക് ആകെ ഒരു സങ്കടം ഇടവേള ബാബുചേട്ടൻ മാറിയത് മാത്രം.